അലി ശിഹാബ് തങ്ങൾ അവരുടെ സ്റ്റേജിൽ ഉപവിഷ്ടരായ മറ്റു സാദാത്തുമാരെ, പൗരപ്രമുഖരെ, പണ്ഡിതന്മാരെ, മഹത്തായ പരിപാടിയിൽ സന്നിഹിതരാകാൻ എത്തിയ സഹോദരീ സഹോദരങ്ങളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സാലിഹ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. മഹാന്മാരെ സ്നേഹിക്കുക, അവരുടെ കാൽപ്പാടുകൾ പിന്തുടരാൻ ശ്രമിക്കുക, അവരുടെ സുന്ദരമായ സന്ദേശങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, പരമാവധി അവരുടെ ജീവിത രേഖകളും പാതകളും മാർഗങ്ങളുമൊക്കെ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക, ഇതൊക്കെ സത്യവിശ്വാസികളുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ളൊരു മഹാപുരുഷൻ്റെ 14ാം ആണ്ടു പരിപാടികളിലാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. മഹാനായ ശൈഖുന തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ അവറുകളെ നേരിട്ട് കണ്ട കുറേ ആളുകൾ ഇവിടെയുണ്ട്. മഹാനവറുകളുടെ ഇൽമി സദസ്സുകൾ, ഉപദേശങ്ങൾ, മാർഗദർശനങ്ങൾ, അവയിൽ നിന്നൊക്കെ സ്വന്തം ജീവിതം സമ്പന്നമാക്കാനും സൗഭാഗ്യപൂർണമാക്കാനും അവസരം ലഭിച്ച ആളുകളും ഇവിടെയുണ്ട്. ചെറുപ്പക്കാരായ ആളുകളൊക്കെ മുതിർന്നവരിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കി ആ പന്ഥാവ് പിന്തുടരാനുള്ള താല്പര്യത്തോടു കൂടി എത്തിച്ചേർന്നവരായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ പങ്കെടുത്തത് സാലിഹ അമലായി ഖബൂൽ ചെയ്യട്ടെ. മഹാനവറുകളുടെയും അവരെപ്പോലെയുള്ള മറ്റു മഹാത്മാക്കളുടെയും ഒക്കെ കാൽപ്പാടുകൾ പിന്തുടരാൻ, അവർ വെട്ടിത്തെളിച്ച പാതയിൽ പ്രവേശിക്കാനുള്ള നിതാന്ത ശ്രമങ്ങൾ നടത്തി വിജയം കൈവരിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യാം. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ മുസ്ലിങ്ങളെക്കാൾ ചില സവിശേഷതകളുണ്ട്. അവയിലൊന്നാണ് മഹാന്മാരെ സ്നേഹിക്കുകയും അവരുടെ പാത പിൻപറ്റാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത്. മഹാന്മാർ കേരളത്തിന് പുറത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ലക്ഷണം നിർഭാഗ്യവശാൽ അവർക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അജ്മീർ ദർഗയിൽ ഉദാഹരണം, വന്നു പോകുന്ന മഹാഭൂരിഭാഗം ആളുകളും ഒറ്റ വഖത്ത് നിസ്കരിക്കാത്ത ആളുകൾ. അവരുള്ള കാര്യമായതുകൊണ്ട് പറയാണ്, അവരെ കുറ്റപ്പെടുത്താൻ പറയല്ല. കാരണം മഹാന്മാരുടെ മഹത്വം എന്താണ് എന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തിനു വേണ്ടി അവർ ജീവിച്ചു? മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ജിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളും അവരെപ്പോലെയുള്ള നിരവധി മഹാത്മാക്കളും ഇന്ത്യ രാജ്യത്ത് ജീവിച്ച് വഫാത്തായിപ്പോയി. എന്താണ് അവർ ജീവിതകാലത്ത് ഇവിടെ നിർവഹിച്ച ധർമ്മം എന്നവർക്കറിയില്ല. അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സംസാരം വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഞാൻ അവിടെ നിന്ന് മാറുകയാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് അള്ളാൻ്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ഗ്രഹിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ കൈവന്നു. 100 കൊല്ലമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് അക്കാര്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ പുളിയങ്കോട് ഉമർ ഖാദി, മമ്പറം സയ്യിദ് അലവി മൗലദ്ദവീര തങ്ങൾ അവർകൾ, തങ്ങളുടെ പുത്രനായിരുന്ന സയ്യിദ് ഫضൽ പൂക്കോയ തങ്ങൾ, വെളിയങ്കോട് ഉമർ ഖാദി, മഖ്ദൂം കുടുംബത്തിൽ പിറന്ന നിരവധി പണ്ഡിതന്മാർ, ഇവരൊക്കെ ഈ കാര്യമാണ് നിർവഹിച്ചിരുന്നത്.
ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു സംഘടിത രൂപത്തിലാകണമെന്ന് ഏകദേശം 100 കൊല്ലം മുമ്പ് മഹാന്മാരായ സാദാത്തുമാരും ഔലിയാക്കന്മാരും ആലിമീങ്ങളും ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമാകുന്നത്. ആദ്യത്തെ 4 നൂറ്റാണ്ട് കാലം സമ്മേളനങ്ങളും വിദ്വൽ സദസ്സുകളും വാദകളുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് അവർ ദീനീ ദഅവത്ത് നടത്തിയിരുന്നത്. ദീനീ ദഅവത്ത് എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ സന്ദേശ പ്രചരണം, ദീനിൻ്റെ മഹത്വം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കൽ ഓരോ മുസ്ലിമിൻ്റെയും ചുമതലയാണത്. ഓരോ മുസ്ലിമിൻ്റെയും. പണ്ഡിതന്മാർക്ക് കൂടുതൽ ബാധ്യത ഉണ്ട് എന്നർത്ഥം. അള്ളാഹു ഒരുവനാണെന്ന് എല്ലാ മുസ്ലിമിനും അറിയാം. സ്വർണ്ണാഭരണം ധരിക്കാൻ പാടില്ല എന്ന് എല്ലാ മുസ്ലിമിനും അറിയാം. ഉദാഹരണം, കള്ള് കുടിക്കാൻ പാടില്ല എന്ന് എല്ലാ മുസ്ലിമിനും അറിയാം. അത് ഓരോരുത്തരും മറ്റുള്ളവരോട് കൈമാറണം. കള്ളുടിക്കാൻ പോകുന്ന ഒരു സ്നേഹിതനുണ്ടെങ്കിൽ അയാളോട് പറയണം, എന്തിനാ ഈ പൈസ കൊടുത്ത് പിരാന്ത വാങ്ങണ ഏർപ്പാടിന് നീ പോകുന്നത്, മാറണം. ഒരാളുടെ കയ്യിൽ സ്വർണ്ണമോതിരം കണ്ടാൽ ഇത് ഒഴിവാക്കണം എന്ന് പറയണം. അപ്പം അതിൻ്റെ കല്യാണത്തിൻ്റെ സ്മാരകമാണ്, എൻ്റെ ഭാര്യ തന്നതാണ്, അമ്മായിമ്മ തന്നതാണ്, ഒരു ന്യായീകരണവുമില്ല. ദുന്യാവ് മാറ്റി വെക്കണം, അത് പറഞ്ഞു കൊടുക്കണം അയാൾക്ക്. ഇത്തരം പ്രാഥമിക കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓരോ മുസ്ലിമും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഖുർആനിലുള്ളതാണിത്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് ഇലാ ആഖിരിൽ ആയ. നിങ്ങളെല്ലാവരും നല്ലത് കൽപ്പിക്കുക, തിന്മ നിരോധിക്കുക, അള്ളാഹുവിൽ വിശ്വസിക്കുക. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അങ്ങനെയുള്ളൊരു ഉത്തമ സമുദായമാണ് നിങ്ങൾ, ഒരു ഉദാത്ത വിഭാഗമാണ് നിങ്ങൾ. മറ്റു പല വലിയ വലിയ അമ്പിയ മുർസലീങ്ങളുടെ ഉമ്മത്തുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെക്കാൾ മുമ്പിൽ നമ്മളാ. അങ്ങനെ ഒരു സ്റ്റാറ്റസ് അള്ളാഹു നമുക്ക് അനുവദിച്ച് തന്നതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് നാം പ്രത്യേകം കൃതജ്ഞരായിരിക്കണം, നന്ദിയുള്ളവരാകണം. ലമ്മാ ദഅ അല്ലാഹു ദാഇനാ ലിതാഅതിഹി ബിഅക്റമിർ റുസുലി കുന്നാ അക്റമൽ ഉമമി. ഇമാം ബുസീരി പാടിയതാ. ബുർദയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു അക്റമുർ റസൂൽ എന്നാണ് സ്ഥാനപ്പേര് നൽകി ബഹുമാനിച്ച് ആദരിച്ചത്. ലമ്മാ ദഅ അല്ലാഹു ദാഇനാ ലിതാഅതിഹി ബിഅക്റമിർ റസൂൽ. മുത്തനബിനെ അങ്ങനെ വിളിച്ചത് കൊണ്ട് കുന്നാ അക്റമൽ ഉമമി, നമ്മൾ ഏറ്റവും ഉദാത്ത ഉമ്മത്ത് ജനവിഭാഗമായി മാറി. ചുരുങ്ങിയ സമയം നമ്മൾ ആയുസ്സുള്ളൂ. പണ്ട് കാലങ്ങളിലുള്ള ആളുകൾ കൂടുതൽ കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരുന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും പരലോകത്ത് നമ്മളായിരിക്കും മുൻപന്മാർ. അള്ളാഹു ആ മുൻപന്മാരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. അത് വിശദീകരിക്കണില്ല. നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ അവസ്ഥ, നമ്മുടെ നിലപാട് നാം മനസ്സിലാക്കണം എന്നുദ്ദേശിച്ചാണ് ഞാൻ ചുരുക്കി ഈ കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മുൻപ് കഴിഞ്ഞു പോയ ആളുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിലെ മഹാന്മാരുടെ കഥകൾ, ചരിത്രങ്ങൾ, അവരുടെ കാൽപ്പാടുകൾ, അവരുടെ ജീവിതത്തിൻ്റെ ഏടുകൾ ഖുർആനിലൂടെ നമ്മുടെ മുമ്പിൽ വെച്ചത്. ഒരുപാട് അമ്പിയ മുർസലീങ്ങളുടെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അവരെങ്ങനെയാണ് ദഅവത്ത് നിർവഹിച്ചത്, ജനങ്ങളെ എങ്ങനെയാണ് അവർ മാർഗദർശനം ചെയ്തത്, അവരിലൂടെ സമൂഹങ്ങൾക്ക് ലഭ്യമായ ഉത്കൃഷ്ടമായ പരിവർത്തനങ്ങൾ, മാറ്റങ്ങൾ, ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അമ്പിയ മുർസലീങ്ങളെ മാത്രമല്ല, അല്ലാത്ത മഹാന്മാരുടേതും പറഞ്ഞിട്ടുണ്ട്. ലുഖ്മാൻ അലൈഹിസ്സലാമിൻ്റെ പേരിൽ ഒരു സൂറത്ത് തന്നെ ഉണ്ട്. മഹാനവറുകൾ നബിയും റസൂലും അല്ല എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. മഹാനവറുകൾ തൻ്റെ മകന് നൽകിയ സതുപദേശങ്ങളുടെ സാരാംശങ്ങൾ ആ സൂറത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹി ഇലാ ആഖിരിഹ. എന്താ അതിൻ്റെ ഉദ്ദേശം? ഓരോ മുസ്ലിമും അവനവൻ്റെ മക്കളെ
അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്താൻ പര്യാപ്തമായ വിധത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകണം. ഒരുപാട് കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ അതിലുണ്ട്, സദാചാര സൽസ്വഭാവപരമായ കാര്യങ്ങൾ അതിലുണ്ട്, മനുഷ്യൻ്റെ ജീവിതത്തിൽ സുപ്രധാനമായി പദവി നൽകേണ്ട ജീവിത ക്രമീകരണങ്ങളുടെ ബാലപാഠങ്ങൾ അതിലുണ്ട്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹ തുടങ്ങിയുള്ള ഉപദേശം. നമ്മുടെ സ്മര്യപുരുഷൻ മഹാനായ തൃപ്പനച്ചി ഉസ്താദ് അവർ ചെയ്തിരുന്നതും അത് തന്നെയാണ്. സ്വന്തം മക്കളോട് മാത്രമല്ല, സകല ജനങ്ങളോടും മഹാനവറുകൾ ഉപദേശം നൽകിയിരുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് ഓരോ കൊല്ലവും ഇവിടെ പരസഹസ്രം ആളുകൾ ഈ ആണ്ട് പരിപാടികൾക്ക് വന്നുകൊണ്ടിരിക്കാൻ കാരണം. പലരും അദ്ദേഹത്തെ കണ്ടിട്ടില്ല, എന്നാലും അവരിങ്ങോട്ട് വരാൻ ആകൃഷ്ടരാവുകയാണ്. ഒരു ഉൾവിളി അവർക്ക് ലഭിക്കുകയാണ്. ആണ്ടിന് മാത്രമല്ല, മറ്റു പല സന്ദർഭങ്ങളും അവരിവിടെ വന്നു പോയിക്കൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച അല്ലെങ്കിൽ ഒഴിഞ്ഞു വെച്ച ഒരു മഹാനായിരുന്നു സ്മര്യപുരുഷൻ എന്നതാണ് മൊത്തത്തിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. മഹാനവറുകൾ തൻ്റെ ജീവിതകാലം എങ്ങനെയാണ് വിനിയോഗിച്ചത്? സ്വന്തത്തിന് വേണ്ടി സമ്പാദിക്കാനായിരുന്നില്ല ആ ജീവിതം. മഹാനവരുടെ സമ്പാദ്യമാണ് ഈ സ്ഥാപനം, ഈ ബിൽഡിംഗ്, അല്ലെങ്കിൽ ഇതുപോലെ ഇവിടെ കാണുന്ന ബിൽഡിങ്ങുകൾ, ഇവിടെ നടന്നു വരുന്ന സംരംഭങ്ങൾ, ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ. അത് ദീനിനെ ഉജ്ജീവിപ്പിക്കുന്ന കർമ്മങ്ങളാണ്. ദീനിൻ്റെ ജീവൻ ഇൽമ, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൽമ ഇസ്ലാമിൻ്റെ ജീവനാണ്. അപ്പോൾ മഹാനവറുകൾ തീരുമാനിച്ചു, ഇസ്ലാമിന് ചൈതന്യമുണ്ടാകണം, ജീവസ് ഉണ്ടാകണം, പുരോഗതി ഉണ്ടാകണം. ഇസ്ലാമിനെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ആശയം ഗ്രഹിച്ചുകൊണ്ട് ആളുകൾ പഠിക്കണം, മനസ്സിലാക്കണം. അതുകൊണ്ട് ഇസ്ലാമിന് അന്തസ്സുണ്ടാവുള്ളൂ. നമ്മളിൽ ചിലരൊക്കെ ഈ സൗഭാഗ്യം നഷ്ടപ്പെട്ടവരാണ്. ദുനിയാവിൻ്റെ പിന്നാലെ തന്നെ ഓടുകയാണ് കുറേ ആളുകൾ. തിന്നാൻ നേരമില്ല, കുടിക്കാൻ നേരമില്ല, ഉറങ്ങാൻ സമയമില്ല, കുളിക്കാൻ സമയമില്ല. അങ്ങനത്തെ ഒരുപാട് ഹതഭാഗ്യരായ ആളുകൾ. ദുനിയാവിൻ്റെ പിന്നാലെ മാത്രം നടക്കുന്ന ആളുകൾക്ക് പാരത്രിക ലോകം നഷ്ടപ്പെടുമെന്ന് ഖുർആനിലും ഹദീസിലൊക്കെ ഉണ്ട്. കാരണം ആഖിറത്തിലെ ജീവിതം ക്ഷേമകരമാക്കാൻ, സുഭിക്ഷമാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സമയം ഉണ്ടാവില്ല, പൈസ ചിലവാക്കാൻ കഴിയില്ല. എങ്ങനെ ഒരു 100 റുപ്യ, 500 റുപ്യ, 1000 റുപ്യ പൈന് കൊടുക്കുക? എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് 1000 റുപ്യ മൈനസ് വരുമല്ലോ എന്നാണ് ഒരു കണക്കൂട്ട്. മഹാനായ ഉസ്താദ് അവർ അങ്ങനെയായിരുന്നില്ല. അൽഹംദുലില്ലാഹ്, മഹാനവറുകളുടെ ശുഭപ്രതീക്ഷ പോലെ തന്നെ ഇവിടെ നിന്ന് ഒരുപാട് കുട്ടികൾ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നു, ദീനീ വിദ്യാഭ്യാസം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ ഉപരിപഠനത്തിന് ജാമിയ നൂരിയയിൽ പോയി ഇപ്പോൾ ഇവിടെ സമ്മാനം വാങ്ങിയല്ലോ തങ്ങളുടെ തിരുഹസ്തങ്ങളാൽ. ഇനി അവർ ദീനീ രംഗത്ത് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൽമിൻ്റെ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിന് കാര്യമുണ്ടോ? ഞാൻ കോഴിക്കോട് നഗരത്തിൽ വലിയ ഒരു ബിൽഡിംഗ് വാങ്ങിയാൽ ഇസ്ലാമിന് എന്ത് നേട്ടാ? ഉണ്ടാവില്ല. ഒരു ലോഡ്ജാണെങ്കിൽ ആളുകൾ വരും, കള്ളുടിക്കും, മറ്റു തോന്നിയാസങ്ങളൊക്കെ ചെയ്യും. അവർ പിറ്റേന്ന് 12 മണിയാകുമ്പോൾ തിരിച്ചു പോകും. ഇസ്ലാമിന് എന്താട്ടാ? എന്നാൽ മഹാനവറുകൾ മില്യൺ കണക്കിന് റുപ്യ ഇവിടെ ചെലവഴിച്ചു ഈ ഗ്രാമത്തിൽ. അതിൻ്റെ ഗുണം ഇസ്ലാമിക ചൈതന്യമാണ് ഉണ്ടായത്. വിശദീകരിക്കാൻ സമയമില്ല, ആവശ്യമില്ലല്ലോ. അപ്പം അള്ളാഹുവിനോട് അടുത്ത ആളുകളൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിനോട് അടുത്ത ആളുകൾ, ഹൃദയം അള്ളാഹുമായി ബന്ധിതരായ ആളുകൾ, അള്ളാഹുവിൻ്റെ വശത്തിന് മാത്രം മുൻഗണന നൽകി ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകും. തിന്നൽ, കുടിക്കൽ, ഉറങ്ങൽ, വിശ്രമിക്കൽ, തുണിമുപ്പായിടൽ, ചെരുപ്പിടലൊക്കെ സ്വാഭാവികമായും നടന്നു പോകും.
അതുകൊണ്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിൻ്റെ ജീവനായ ഇൽമിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ശ്രമിച്ചത്, പ്രവർത്തിച്ചത്. സഹാബികളും അങ്ങനെ തന്നെ, താബിഈങ്ങളും അങ്ങനെ തന്നെ, തബഉ താബിഈങ്ങളും അങ്ങനെ തന്നെയാണ്, പിൽക്കാരക്കാരൊക്കെ അങ്ങനെ തന്നെ. മദീനയിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ ജസീറത്തുൽ അറബിൽ താമസിച്ചിരുന്ന അറബികൾക്ക്, സഹാബികൾക്ക് ഇവിടെ വരേണ്ട ആവശ്യം എന്താ? ദീനീ ദഅവത്തിന് വേണ്ടി അവരിവിടെ വന്നല്ലോ. അതിന് ആരെങ്കിലും അവർക്ക് വൗച്ചർ കൊടുത്തിരുന്നോ? നിങ്ങൾ ജസീറത്തുൽ അറബെന്ന് വന്നതല്ലേ, അതുകൊണ്ട് 1000 ഉറുപ്പ്യ 10,000 ഉറുപ്പ്യ നമ്മളോകാം ഇല്ല. അവരത് പ്രതീക്ഷിച്ചിട്ടില്ല, അവിടുന്നാലും കൊടുത്തിട്ടുമില്ല. കൊടുത്താൽ തന്നെ അവർ വാങ്ങൂല. അവരതിനു വേണ്ടി വന്നതല്ല എന്നതിന് കാരണം. അതുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക്, അതുകൊണ്ട് എന്നാൽ അവരെ സ്വീകരിച്ചത് കൊണ്ട്, അവരിൽ നിന്ന് മനസ്സിലാക്കിയ ആ അനുഗ്രഹീത പന്താവ് ജീവിതത്തിൽ പകർത്തിയത് കൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായൊരു മുഖം ലഭ്യമായത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുവഴി ഞാൻ ഉദ്ദേശിക്കുന്നത് ആ വഴി കൂടുതൽ സമ്പന്നമാക്കാൻ ആവശ്യമായ സഹായകമായ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്ന് പറയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100 കൊല്ലം മുമ്പോട്ട് രൂപീകൃതമായതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങൾ അവരുടെ മക്കൾ, മക്കളുടെ മക്കളൊക്കെ ദീനീബോധമുള്ളവരാകുന്നത് ആയത്. നിങ്ങളുടെ പേരക്കുട്ടിക്ക് 4 വയസ്സോ 4.5 വയസ്സോ 5 വയസ്സോ ഉണ്ടാവും. ഫാത്തിഹ കാണാതെ സുന്ദരമായി ഓതുന്നുണ്ടല്ലോ. വടക്കേ ഇന്ത്യയിൽ പോയാൽ ഓൻ്റെ 5ൻ്റെ കൂടെ വലത്തേ ഭാഗത്തൊരു പൂജയോടും ചേർത്ത് 50 വയസ്സുള്ള മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ ഫാത്തിഹ ഓതാൻ അറിയില്ല. മില്യൺ കണക്കിന് മുസ്ലിമീങ്ങൾക്ക്, 1, 5, 10, 100, 1000, 10,000 എന്നല്ല, മില്യൺ കണക്കിന് മുസ്ലിമീങ്ങൾക്ക് ഫാത്തിഹ ഓതാൻ അറിയില്ല, നിസ്കരിക്കാൻ അറിയില്ല, അത്തഹിയ്യാത്ത് അറിയില്ല. എന്തുകൊണ്ട്? നമ്മൾ കുട്ടിയൊക്കെ വഹി കിട്ടിയതല്ലോ. നമ്മളെ പേരെ കുട്ടിക്ക് ഫാത്തിഹ ഓതുന്നെങ്കിൽ അവന് വഹി ഇറങ്ങിയതല്ല, അവൻ പഠിച്ചതാണ്. അഥവാ അവനത് പഠിപ്പിക്കപ്പെടാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായതാണ് അതിന് കാരണം. അവിടങ്ങളിലൊന്നും അതില്ല എന്നതാണ് അവരാ കോലത്തിലാകാൻ കാരണം. ഇത് വടക്കേ ഇന്ത്യയിൽ ഡൽഹിയിലോ ബോംബെയിലോ പൂനെയിലോ പാറ്റ്നയിലോ ഹൈദരാബാദിലോ ഒക്കെ പോയ ആൾക്കാർക്ക് മനസ്സിലാക്കാം. അപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ശക്തനായ വക്താവും സഹായിയും സഹകാരിയുമായിരുന്നു നമ്മുടെ സ്മര്യ പുരുഷൻ തൃപ്പനഞ്ച് ഉസ്താദ്. നമ്മളും ആ വഴിയിൽ തന്നെ മുന്നോട്ട് പോകും. കുറച്ചു കാലമായി സമസ്തയിൽ കുറേ പിത്തിനും ഫസാദൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് തൽപര കക്ഷികൾ സമുദായത്തിൻ്റെ കുളം കലക്കാൻ രംഗത്തിറങ്ങി. അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാവും. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയും എന്തിൻ്റെ മുന്നിൽ, അതിന് ഗീബത്ത് നമീമത്തൊക്കെ ആകാമെന്നാണ് അവരെ മസാല. എത്രയോ നിരപരാധികളായ ആളുകളുടെ ഗീബത്ത് നമീമത്ത് പച്ച ഇറച്ചി തിന്നൽ ഒക്കെയാണ് അവരെ പണി. ഇബ്ലീസിന്റെ സഹായം അവർക്കും ഉണ്ടാവും. 100 കൊല്ലമായി കേരളത്തിൽ ഇത്ര സുഭദ്രമായ ഒരു സംവിധാനം നിലനിൽക്കുന്ന തകർക്കണമെന്ന് എന്നും ഇബ്ലീസിന് ആഗ്രഹമാണ്. രാവിലെ ഇബ്ലീസ് ഇറങ്ങാൽ അതിന് അജണ്ട വെച്ചു, പലപ്പോഴും പരാജയപ്പെടും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 1926 രൂപീകൃതമായി. അതിന് ചരിത്രം പ്രസിദ്ധമാണ്, അതുകൊണ്ട് ഞാനിവിടെ പറയണില്ല. ആദ്യത്തെ 25 കൊല്ലം ആലിമീങ്ങൾ ദുനിയാവിൻ്റെ നാട്ടിൻ്റെ നാനാഭാഗത്തും നടന്ന് വഅദ് പറഞ്ഞ് പ്രസംഗിച്ച് യോഗം ചേർന്ന് സമ്മേളനം നടത്തിയിട്ടൊക്കെയാണ് ജനങ്ങളുടെ ഈമാൻ സംരക്ഷിച്ചത്, ജനങ്ങളെ മതബോധമുള്ളവരാക്കിയത്. വഅദുകളിലൂടെ സമുദായത്തിലെ ബഹുജനങ്ങളെയും സ്ത്രീജനങ്ങളെയും യുവജനങ്ങളെയും ഒക്കെ പ്രബുദ്ധരാക്കിയത്. അന്ന് വഅദ് പറയൽ ഇന്നത്തെ മാതിരിയല്ല. 2 ആഴ്ച 4 ആഴ്ച 1.5 മാസം 60 ദിവസം വഅദ്.
ദീനിൻ്റെ സിദ്ധാന്തങ്ങൾ ഓരോ ഉസ്താദ് തന്നെയാണ് പറയുക മിക്കവാറും. അങ്ങനെ അവർ യൂണിവേഴ്സിറ്റിയിലും കോളേജിലൊന്നും പോയിട്ടില്ലെങ്കിലും ദീനിനെ സംബന്ധിച്ച് ശരിയായ ബോധമുള്ളവരായി സമുദായത്തിൻ്റെ സർവ്വതലങ്ങളിലും. സ്ത്രീ വിഭാഗം മോശമായിരുന്നില്ല, നല്ല പരിജ്ഞാനമായിരുന്നു അവർക്ക് ഇസ്ലാമിന്. പിന്നെ 1951 മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നവ്വറല്ലാഹു മർഖദഹു അവരുകൾ 5 കൊല്ലം മുമ്പ് ഒരു സൂചന നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ തുടങ്ങി. 1945 ബാഫഖി തങ്ങൾ പറഞ്ഞു, ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടാൻ പോവുകയാണ്. സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ സർക്കാർ സ്കൂളുകളിൽ ഓത്തുപള്ളി മദ്രസ നടത്തുന്നത് പോലെ പിന്നെ നടത്താൻ കഴിയില്ല. ഒരു സ്വതന്ത്ര രാജ്യത്ത് ഒരു മതത്തിനും മാത്രം വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ കരുതിയിരിക്കണം. തങ്ങളത് പറഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി. 47 ഓഗസ്റ്റ് 48, 49, 50 3 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് പണ്ഡിതന്മാർ ഇത് സംബന്ധിച്ച് വിശാലമായ ചിന്തകൾ നടത്തി. 51 ഏപ്രിൽ മാസം മാർച്ച് മാസം വടകരയിൽ ചേർന്ന സമ്മേളനത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമായി. വിദ്യാഭ്യാസത്തിലൂടെയോ അല്ലെങ്കിൽ മതപരമായ വിജ്ഞാനം കരസ്ഥമാക്കുന്നതിലൂടെ മാത്രമേ ഒരു മനുഷ്യനിൽ ഇസ്ലാം സജീവമായി സചേതനമായി വരികയുള്ളൂ. അങ്ങനെ 11,000 മദ്രസ അംഗീകൃത മദ്രസകൾ ആയി. ഇന്ന് കഴിഞ്ഞ 2ാം ശനി ചേർന്ന സമ്മേളനത്തിൽ അംഗീകൃത മദ്രസകളുടെ അവസാനത്തെ നമ്പർ 11,000. ഇതിൽ വലിയൊരു വിഭാഗം, നല്ലൊരു വിഭാഗം മദ്രസകൾ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഉണ്ടാക്കിയതാണ് കുറേ. കാരണം അവർക്ക് ഉറുദു അറിയാവുന്നതുകൊണ്ട് വടക്കേ ഇന്ത്യയിലെ കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങളുടെ പൊതുഭാഷ ഉറുദുവാണ്. ഉറുദുവിൽ സംസാരിച്ച് പ്രസംഗിച്ച് ക്ലാസ് എടുത്ത് മനസ്സിലാക്കി കൊടുത്ത് എവിടെയെങ്കിലൊക്കെ മദ്രസകൾ വന്നു. അവർ സ്ഥാപിച്ച മദ്രസകളിൽ നല്ലൊരു വിഭാഗം സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ചു. ഞാൻ പറയുന്നത് കേരളത്തിന് പുറത്ത് ഇസ്ലാമിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക അധ്യാപന രീതികൾ ആരോഗ്യകരമായി പറയത്തക്ക രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. സമസ്ത ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇത് സാധ്യതമായത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ദാറുൽ ഹുദയിലേക്ക് ആസാമിൽ ബംഗാളിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ പഠിക്കാൻ വരികയാണ്. 3500 കിലോമീറ്റർ 3750 കിലോമീറ്റർ ദൂരെ നിന്ന്. ചെറിയ നാൾ കഴിഞ്ഞ് വന്നാൽ ഇന്ന് റമദാൻ്റെ മുമ്പേ മടങ്ങി പോകുള്ളൂ. 11 മാസം. എന്തുകൊണ്ട് 12 വയസ്സ് 14 വയസ്സുള്ള ചെറിയ കുട്ടികളെ അവരെ രക്ഷിതാക്കൾ ഇങ്ങോട്ട് അയക്കുന്നു? എന്തുകൊണ്ട് ആ കുട്ടികൾ ഇങ്ങോട്ട് വരാൻ സന്നദ്ധരാകുന്നു? അവിടെ ഒന്നും സ്ഥാപനമില്ല, സൗകര്യമില്ല, സംവിധാനങ്ങളില്ല. അതന്നെ. അപ്പോൾ മഹാനായ നമ്മുടെ സ്മര്യ പുരുഷൻ ഉസ്താദ് അവറുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുമായി സഹസഞ്ചാരം നടത്തുന്ന ആളായിരുന്നു. ജാമ്യയിലേക്ക്, അതുപോലെ പാണക്കാട് സാദാത്തുമാരിലേക്ക്, ഇങ്ങനെയുള്ളൊക്കെ ചില ആളുകളിലേക്ക് മൂപ്പര അങ്ങോട്ട് പോകാറുള്ളത്. ഇവിടെ വരുന്ന പല ആളുകളെയും പാണക്കാട്ടേക്ക് പറഞ്ഞേക്കും. അത് സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചല്ലോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡൻ്റായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഉസ്താദ് കണ്ണിയത്തുമായി വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു. കണ്ണിയം മൗലിയർ എന്നാ പറയാം, പഴയ ആൾക്കാർ അങ്ങനെ പറഞ്ഞിരുന്നു. അതായത് ഈ റഈസുൽ മുഹഖഖീൻ എന്നുള്ള സ്ഥാനപ്പേര് സമസ്തയുടെ പ്രസിഡന്റ് ഒക്കെ ആകുന്നതിന് മുമ്പേനെ അവരിവിടെ അടുത്ത പ്രദേശക്കാരായതുകൊണ്ട് സമീപസ്ഥരാണ്, അടുത്ത ബന്ധമുള്ളവരാണ് കണ്ണിയം മൗലിയർ. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, നമ്മളിവിടെ സ്മര്യപുരുഷൻ്റെ ആണ്ടിനോടനുബന്ധിച്ച് ഇവിടെ വന്ന സ്ഥിതിക്ക് മഹാനവറുകൾ ഈ വിഷയകമായി ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടത്. അതിലായിരിക്കും ഓരോ മൂപ്പര സംതൃപ്തി ഉണ്ടാകുക.
നമ്മൾ വേറെ ഏതെങ്കിലും വഴിക്ക് പോയി വളഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങിയ ആളുകളുടെ കൂടെ നടന്നാൽ മഹാനവരുടെ സംതൃപ്തി ഉണ്ടാവില്ല. 100 കൊല്ലമായി ഇവിടെ നിലനിന്ന് വരുന്ന ഒരു സംഘടിത ശ്രമമാണ് യദുല്ലാഹി അലൽ ജമാഅ എന്ന് മുത്തനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് താല്പര്യം അതാ. എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ആളുകളുടെ ഇടയിൽ പരത്തി, അല്ലെങ്കിൽ എനിക്ക് വലിയ ആളാകണം എന്ന് കരുതി അത്തരം പ്രവർത്തനങ്ങൾക്കൊന്നും അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് ഒരു സഹായവും സഹകരണവും ഉണ്ടാവില്ല. അപ്പോൾ അൽഹംദുലില്ലാഹ് മഹാനവറുകൾ പഠിപ്പിച്ചതുപോലെ ഞാൻ സാന്ദർഭികമായ ചില ചുറ്റുപാടുകൾ ഉള്ളത് കൊണ്ടത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ദുർവ്യാഖ്യാനം ചെയ്യാറിഞ്ഞാൽ, അല്ലെങ്കിൽ തെറ്റായ സന്ദേശം നൽകുക, അല്ലെങ്കിൽ നല്ല സന്ദേശം തന്നെ നൽകുക എന്നത് വരെ തൽപര കക്ഷികൾ ചെയ്യും. അതിൽ ഹഖീഖത്ത് ഉണ്ടാവില്ല, റിയാലിറ്റി ഉണ്ടാവില്ല, യാഥാർത്ഥ്യം ഉണ്ടാവില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ആയത്തുൽ കുർസിൻ്റെ മഹത്വം പഠിപ്പിച്ചു കൊടുത്തത് ഇബ്ലീസാണ്. ഇബ്ലീസ് അവസാനം കുടുങ്ങി രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ല, ഈ മനുഷ്യനോട് ഇതേ നടക്കുള്ളൂ എന്നുള്ളപ്പോൾ ആയത്തുൽ കുർസി പഠിപ്പിച്ചു. എന്നതുപോലെ 100 വർഷത്തിലധികമായി ഇവിടെ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പവിത്രമായ, പരിശുദ്ധമായ, മഹനീയമായ, സമാദൃതമായ ആദർശ ആശയ ലക്ഷ്യങ്ങൾ, അതിൽ നിന്ന് ജനങ്ങളെ പിഴപ്പിക്കാൻ, തെറ്റിക്കാൻ ഇബ്ലീസ് പല പണിയെടുക്കും. അത് കാണാനും കണ്ടറിയാനും ആക്കാൻ കഴിയുന്നില്ലെങ്കിൽ വിവരമുള്ള ആളുകളോട് ചോദിക്കാനും നമുക്ക് സന്മനസ്സുണ്ടാകും. അള്ളാഹു നമ്മെ എല്ലാവരെയും സത്യത്തിൻ്റെ വക്താക്കളാക്കുമാറാകട്ടെ. ആമീൻ. നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹുവിൻ്റെ സമീപസ്ഥരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സാഹിദീങ്ങൾ, ഇങ്ങനെ ഒരുപാട് പദവികളുണ്ട് അവർക്ക്. അവരുടെ കയ്യും കാലുമൊക്കെ അള്ളാഹു എന്നാണ്. അവൻ കാണുന്ന കണ്ണ് ഞാനാകും, കേൾക്കുന്ന കാത് ഞാനാകും, പിടിക്കുന്ന കൈ ഞാനാകും, നടന്നു പോകുമ്പോഴുള്ള കാല് ഞാനാകും. ഇതൊക്കെ ഖുദ്സിയ ഹദീസിലുള്ളത്. അങ്ങനെയുള്ള മഹാന്മാർക്ക് പ്രതീക്ഷിതമല്ലാത്ത വഴികളിലൂടെ അള്ളാഹുവിൻ്റെ സഹായങ്ങളുണ്ട്. പ്രതീക്ഷിതമല്ലാത്ത, പ്രതീക്ഷിതം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ പ്രതീക്ഷിക്കുന്ന വഴി, അതല്ല അവരുടെ വഴി. അള്ളാഹ് കയ്യാവെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള, നമുക്കും കൈയുണ്ട്, പക്ഷേ അള്ളാഹിൻ്റെ കയ്യല്ല നമ്മളെ കൈ. ഞാനവരെ കയ്യാവെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കൈകൊണ്ട് പ്രവർത്തിച്ച് നേടാൻ കഴിയാത്തത്ര അത്ഭുതകരമായ പ്രവൃത്തികൾ അവർക്ക് ചെയ്യാൻ കഴിയും. ഇമാം നബവി റളിയല്ലാഹു അൻഹു 45 വയസ്സ് ജീവിച്ചിട്ടുള്ളൂ. പെണ്ണെട്ടിയില്ല. ദീനീ ഖിദ്മത്തിന് ഭംഗം വരും, തടസ്സം വരും, സമയം കുറച്ചേ പിന്നേനും കിട്ടുള്ളൂ എന്ന് മനസ്സിലായി. ഇമാമകളുടെ രാത്രി കിതാബ് എഴുതുമ്പോൾ വിളക്ക് കെട്ടു. എണ്ണത്തിരികളെ പണ്ട് കത്തിക്കുക, എന്തോ കാരണത്താൽ എണ്ണത്തിരി കെട്ടുപോയി. ഒരു നിസ്സാരമായ എണ്ണത്തിരി കെട്ടുപോവുക എന്നൊരു പണികൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയൊരു മനുഷ്യൻ്റെ അതിമഹത്തായ പ്രവൃത്തി മുടങ്ങാൻ പാടുണ്ടോ? പാടില്ല എന്ന് അള്ളാഹ് തീരുമാനിച്ചു. വിളക്ക് കേട്ടപ്പോൾ കയ്യൻ്റെ വേലിൻ്റെ തല പ്രകാശിക്കാൻ തുടങ്ങി. ആ പ്രകാശത്തിൽ എഴുത്ത് തുടർന്നു. മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബുകൾ, ഒരുപാട് കിതാബുണ്ട്. ഏതെങ്കിലും ഒരു കിതാബില്ലാത്ത അള്ളാഹിൻ്റെ ദുനിയാവിൽ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഒറ്റ നാടും ഉണ്ടാവില്ല. അതാണ് പ്രതീക്ഷിതമല്ലാത്ത വഴിയെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ. മഹാനവറുകൾ മരിച്ചുപോയി 14 കൊല്ലമായി. ഇവിടെ പണികളൊക്കെ നടക്കുന്നുണ്ടല്ലോ. പണികളൊക്കെ ഇവിടെ നടന്നു പോകുന്നുണ്ട്. എല്ലാ മഹാന്മാരും അങ്ങനെ തന്നെയാണ്. നമുക്കൊക്കെ അവരുടെ കൂടെ ദുനിയാവിലും ആഖിറത്തിലും ആകാൻ കഴിയണം. ദുനിയാവിൽ എങ്ങനെ ആകുക? ഇതുപോലെയുള്ള നമ്മുടെ ഭാഗഭാഗിത്വങ്ങൾ ഉണ്ടാവുക. നമ്മുടെ ബുദ്ധി, ഹൃദയം, ചിന്ത അങ്ങനെയാണെങ്കിൽ അത് സാക്ഷാത്കൃതമാണെന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا.
അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ച് ജീവിക്കാനായിപ്പെട്ടതാണ് മഹാന്മാരെ സ്നേഹിക്കലും, മഹാന്മാരുടെ പാത പിന്തുടരൽ, മഹാന്മാർ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കലും ഒക്കെ ആയിപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ആര് അനുസരിക്കുന്നുവോ അവർ അള്ളാഹു അനുഗ്രഹം ചെയ്ത നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാ, സാലിഹീൻ തുടങ്ങിയവരോടൊപ്പമായിരിക്കും. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അള്ളാഹുവിൻ്റെ സർട്ടിഫിക്കറ്റ് വഹസുന ഉലൈക റഫീഖ. അത്തരം ആളുകളുടെ കൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ഏറ്റവും ഒന്നിച്ച് സഞ്ചരിക്കാൻ, സഹസഞ്ചാരം നടത്താൻ പര്യാപ്തരാണ് അവർ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉസ്താദിൻ്റെ സ്വഭാവം ഞാനീ പറഞ്ഞല്ലോ, സമസ്ത കേരള ജമീയത്തുലുമായുള്ള അടുപ്പം, പാണക്കാട് സാദാത്തുമാരുമായുള്ള അടുപ്പം. ഈ പാണക്കാട് സാദാത്തുമാരെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ചില ആളുകൾക്ക് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ദഹനക്കേടാണ്. പാണക്കാട് എന്ന് കേട്ടാൽ തന്നെ തങ്ങളെന്ന് പറയണ്ട, പാണക്കാട് എന്ന് കേട്ടാൽ തന്നെ ദഹനക്കേടാണ്. എന്താ പാണക്കാടിന് മാത്രം അത്ര പ്രത്യേകത? അത് അള്ളാഹു തആല ചില ആളുകൾക്ക് ചില പ്രത്യേകതകൾ നൽകലായി. ഇപ്പം നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അമ്പിയ മുർസലിങ്ങൾ ഒരുപാടുണ്ടായി, 1,24,000 അമ്പിയ മുർസലിങ്ങൾ. എല്ലാവരും ഒരേ സ്റ്റാറ്റസ് അല്ല. തിൽക റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ്. തിൽക റുസുൽ ഒരു ജുസ് ഉണ്ടല്ലോ, അലിഫ് ലാം മീം ഒരു ജുസ്, 1-ാം ജുസ്, സയഖൂൽ 2-ാം ജുസ്, തിൽക റുസുൽ 3-ാം ജുസ്. ആ പേജിൻ്റെ ആദ്യത്തെ ഒരു 5 ആയത്ത്. മുസ്ലിങ്ങളെല്ലാവരും ഒരു പദവിയിലല്ല. വേറെ സ്ഥലത്തോ പറഞ്ഞിട്ടുണ്ടോ ഫളൽനാ ബഅദൻ നബിയ്യീന അലാ ബഅദ്. ചില നബിമാരെ മറ്റു ചില നബിമാരേക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. അപ്പം ഈ നബി ചിന്തിച്ചിട്ട് കാര്യമില്ല, എന്താ എന്നെ മറ്റേ നബിൻ്റെ അത്ര നിങ്ങൾക്ക് പദവി തരാത്തത്? ഒരങ്ങനെ ചിന്തിക്കൂല. നിരർത്ഥകമായ ചിന്തകളൊന്നും ഉണ്ടാകില്ല. അതൊക്കെ ഇബ്ലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതാണ്, വെറുതെ മനുഷ്യൻ്റെ ഈമാൻ പഴപ്പിക്കാൻ. പാണക്കാട് തങ്ങന്മാരെ പറഞ്ഞാൽ അവർ ഏകദേശം 250 കൊല്ലമായി കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ധാർമ്മികമായ, ആത്മികമായ, മതപരമായ നേതൃത്വം നൽകി വന്നവരാണ്. ചരിത്രം പറയാൻ സമയമില്ല. വളപട്ടണത്താണ് ആദ്യത്തെ അവരുടെ പിതാമഹൻ. അവരുടെ മകൻ തലശ്ശേരി രാജകുടുംബത്തിന് വിവാഹം ചെയ്തു. അദ്ദേഹത്തിന് രാജകീയ ചുറ്റുപാടുകളൊന്നും അത്ര താല്പര്യമുണ്ടായില്ല. അപ്പം കോഴിക്കോട് വന്നു, ഇളയൻ്റെ പള്ളിക്കൽ. കോഴിക്കോട് നിന്ന് പിന്നെ മലപ്പുറത്ത് വന്നു. മലപ്പുറം ശ്രോതാക്കളുടെ പള്ളിൻ്റെ സമീപത്ത് അവരുടെ ഖബറുണ്ട്. പിന്നെ പാണക്കാട്ട് വന്നു. അവർ പ്രത്യേകത ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടെങ്കിൽ ജനങ്ങളുടെ ഖിദ്മത്താണ് അവരുടെ പണി എന്നുള്ളത്. അമ്പിയാ മുർസലിങ്ങളുടെ അതേ പണിയാണ്. ജനങ്ങൾക്ക് ക്ഷേമകരമായ കാര്യങ്ങളൊക്കെയാണ് അമ്പിയാ മുർസലിങ്ങൾ ചെയ്തത്. ഇവരും അങ്ങനെ തന്നെയാണ്. ഇതിപ്പോൾ തങ്ങളിവിടെ വന്നല്ല, അതിന് മുമ്പ് ഒരു പുതിയ തലമുറ ഒരു കുട്ടി പ്രസംഗിച്ചു. ഇത് ഇന്ന് മാത്രമുള്ളതല്ല, എല്ലാ ദിവസവും, രാത്രി മാത്രമല്ല പകലും അങ്ങനെ തന്നെ. അവരുടെ പൂർവിക പിതാക്കന്മാരുടെയൊക്കെ ചരിത്രം അങ്ങനെയാണ്. അപ്പോൾ മൻ കാന ലില്ലാഹി കാന അല്ലാഹു ലഹു. മനുഷ്യന്മാരുടെ സേവനം എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ് അള്ളാഹിൻ്റെ പടപ്പത്തരങ്ങളാണല്ലോ. വലിയ പുണ്യമുള്ള കാര്യം, എന്ത് തരത്തിലുള്ള സേവനമാണെങ്കിൽ അതാണ് അവരുടെ പണി. ഞാൻ നീട്ടി പറയുന്നില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകൾക്ക് പദവി കൊടുത്തിട്ടുണ്ടെങ്കിൽ മറ്റ് ആളുകൾ അതിൽ അസൂയ പൂണ്ടിട്ട് കാര്യമില്ല. അതിൽ നിന്ന് എന്തെങ്കിലും പാഠം പഠിക്കാൻ കഴിയുമെങ്കിൽ പഠിക്കണം. വേണ്ട പാഠം പഠിക്കാനുണ്ടാവും. മിക്ക മനുഷ്യർക്കും മിക്ക മനുഷ്യരിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനുണ്ടാവും. അതാണ് വേണ്ടത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ സ്മര്യ പുരുഷൻ ഉസ്താദ് അവർക്ക് അള്ളാഹു തആല പാരത്രിക പദവികൾ, ഉന്നതമായ പാരത്രിക പദവികൾ കനിഞ്ഞേകുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്യുക. ഈ സംവിധാനത്തിന് കീഴിൽ നടന്നു വരുന്ന എല്ലാവിധ ഇൽമി, റൂഹാനി, ദീനി സേവനങ്ങൾക്കൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായ സഹകരണം